വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഒരു കാരണവശാലും ദുരുപയോഗം ചെയ്യരുത്. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോകത്തിലെ മാനസികമായി ശക്തരായ മനുഷ്യർ രഹസ്യമായി ഉപയോഗിക്കുന്ന മനഃശാസ്ത്ര തന്ത്രമാണ് ഡാർക്ക് സൈക്കോളജി. ഇല്യൂഷൻ ഓഫ് ചോയ്സ് ഡാർക്ക് സൈക്കോളജിയിലെ ഏറ്റവും മാരകമായ തന്ത്രങ്ങളിൽ ഒന്ന്. ഒരാൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരമാണ് തീരുമാനമെടുത്തത് എന്ന് തോന്നിപ്പിക്കുകയും എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അവരെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇല്യൂഷൻ ഓഫ് ചോയ്സ്. നമ്മുടെ കൂടെയുള്ളവർ നമ്മൾ പറയുന്നത് അനുസരിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. നീ എനിക്കിത് ചെയ്തു തരണം എന്ന് നമ്മളൊരാളോട് പറഞ്ഞാൽ അയാൾ പ്രതികരിക്കും. ഒന്നുകിൽ അയാൾ പറ്റില്ലെന്ന് പറയും, അല്ലെങ്കിൽ ഞാനെന്താ നിൻ്റെ ശമ്പളക്കാരനാണോ എന്ന് തിരിച്ചു ചോദിക്കും. നമ്മൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് അവരെ എത്തിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. ഉദാഹരണം പറയാം. ഹസ്ബൻഡിനോട് ഭാര്യ ചോദിക്കുകയാണ്, നമുക്കിന്ന് നൈറ്റ് പുറത്ത് പോയി ഫുഡ് കഴിച്ചാലോ എന്ന്. 90% അതിനുള്ള ഉത്തരം നോ എന്നായിരിക്കും. പുറത്ത് പോയി ഫുഡ് കഴിക്കുക എന്നുള്ളത് നിങ്ങളുടെ ആവശ്യം. നോ പറയാനുള്ള ചാൻസ് വളരെ കൂടുതലും. ഇവിടെ തീരുമാനം അവരാണ് എടുത്തത് എന്ന് അവർക്ക് തോന്നുകയും എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ അവരെ നിയന്ത്രിക്കുകയും ചെയ്യണമെങ്കിൽ അവർക്ക് 2 ഓപ്ഷൻ നൽകുക. ഭക്ഷണം പുറത്തുപോയി കഴിച്ചാലോ എന്ന ചോദ്യം ഒഴിവാക്കി പകരം നമുക്കിന്ന് ഫുഡ് ശരവണ ഭവനിൽ നിന്ന് കഴിക്കണോ അതോ ഭാരത് ഹോട്ടലിൽ നിന്നാണോ കഴിക്കേണ്ടത് എന്ന് ചോദിക്കുക. ഈ ചോദ്യം കേൾക്കുമ്പോൾ നോ എന്ന ആൻസറിന് അവിടെ വാല്യൂ ഇല്ലാതാവും. ഈ 2 ഓപ്ഷനിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നായിരിക്കും ചിന്തിക്കുക. പാല് കുടിക്കാൻ മടിയുള്ള കുട്ടികളുണ്ടാവും. അവരുടെ മുന്നിൽ പാലും കൊണ്ട് ചെന്ന് നിന്ന് അവരോട് ബലപ്രയോഗം നടത്തുന്നതിന് പകരം ആ പാല് 2 ഗ്ലാസ്സിൽ ഒഴിച്ചു വയ്ക്കുക. ഒരു ചില്ല് ഗ്ലാസും ഒരു സ്റ്റീൽ ഗ്ലാസും. ഈ 2 ഗ്ലാസും കുട്ടിയുടെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് കുട്ടിയോട് ചോദിക്കുക, ഇതിൽ ഏത് ഗ്ലാസ്സിലെ പാലാണ് നീ കുടിക്കാൻ പോണത് എന്ന്. ഇവിടെ പാല് കുടിക്കണോ വേണ്ടയോ എന്നല്ല, ഏത് ഗ്ലാസ്സിലെ പാല് കുടിക്കണം എന്ന് തീരുമാനിക്കേണ്ട അവസ്ഥയിലാവും കുട്ടി. ഇതാണ് ഇല്യൂഷൻ ഓഫ് ചോയ്സ്. അവരറിയാതെ അവരെ നിയന്ത്രിക്കുന്ന തന്ത്രം. ചോദ്യങ്ങൾ ഒഴിവാക്കി ഓപ്ഷൻസ് നൽകുക. മറ്റൊരാളുടെ ചിന്തകളെ തന്ത്രപൂർവം കൈകാര്യം ചെയ്യുക. നോ പറയാനുള്ള സാഹചര്യം മനഃപൂർവ്വം ഇല്ലാതാക്കുക. ഡാർക്ക് സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന മാനിപ്പുലേഷൻ തന്ത്രം യെസ് ലാഡർ ടെക്നിക്. ഒരാളോട് പെട്ടെന്ന് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ അവരത് നിരസിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ഒരു സ്റ്റെപ്പ് കയറുന്നത് പോലെ പടിപടിയായി അവരെ കൊണ്ട് കാര്യങ്ങൾ സമ്മതിപ്പിക്കുന്ന രീതിയാണ് യെസ് ലാഡർ ടെക്നിക്. ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. മനുഷ്യൻ്റെ തലച്ചോറിന് ഒരു പ്രത്യേകതയുണ്ട്. സ്ഥിരത നിലനിർത്താൻ ശ്രമിക്കും. തുടർച്ചയായി 2-3 കാര്യങ്ങൾക്ക് യെസ് പറഞ്ഞിട്ട് 4ാമത്തെ ചോദ്യത്തിന് നോ പറയാൻ കഴിയില്ല. മനസ്സ് അസ്വസ്ഥാവും. മുൻപ് പറഞ്ഞ കാര്യങ്ങളോട് നീതി പുലർത്താൻ വേണ്ടി മാത്രം നിങ്ങളുടെ 4ാമത്തെ ചോദ്യത്തിനും അവർ യെസ് പറയും. നിങ്ങൾക്ക് അത്യാവശ്യമായി ഒരിടം വരയ്ക്കും പോകണം. നിങ്ങളുടെ കയ്യിലാണെങ്കിലോ വണ്ടിയില്ല. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ അടുത്ത് ചെന്നിട്ട് അത്യാവശ്യമായിട്ട് വണ്ടി വേണം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒഴിവൊഴിവ് പറഞ്ഞ് ഒഴിവാക്കി വിടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഇത് തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ഇന്ന് നല്ല കാലാവസ്ഥയാണല്ലേ? ഉത്തരം അതേന്നായിരിക്കും. 2ാമത്തെ ചോദ്യം, നിൻ്റെ വണ്ടി നല്ല വർക്കിംഗ് കണ്ടീഷനിലല്ലേ? അതിനും ഉത്തരം യെസ് എന്നായിരിക്കും. 3ാമത്തെ ചോദ്യം, എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോകണം, നിൻ്റെ വണ്ടി ഒന്ന് തരാമോ? ഇവിടെ ആദ്യത്തെ 2 ചോദ്യത്തിനും ഉത്തരം യെസ് എന്നായതുകൊണ്ട് 3ാമത്തെ ചോദ്യത്തിന് നോ പറയാൻ ബ്രെയിൻ വിസമ്മതിക്കും. ഈ ഒരു വിദ്യയിലൂടെ അവർക്ക് നോ പറയാനുള്ള സാഹചര്യം തന്ത്രപരമായി നിങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ ട്രാപ്പിലാക്കാൻ ഈ വിദ്യ അധികവും ഉപയോഗിക്കുന്നത് മാർക്കറ്റിംഗ് വിദഗ്ധർ, രാഷ്ട്രീയക്കാർ, ചതിയന്മാരായ ആളുകൾ എന്നിവരാണ്. ഡാർക്ക് സൈക്കോളജിയിലെ ഏറ്റവും വൈകാരികമായ തന്ത്രമാണ് ഗിൽറ്റ് ട്രാപ്പ്. ഒരാളുടെ ഉള്ളിലെ കുറ്റബോധത്തെ ഉണർത്തി
അയാളെക്കൊണ്ട് നമുക്കാവശ്യമായ കാര്യങ്ങൾ നേടിയെടുക്കുന്ന രീതി. സിമ്പിളായി പറഞ്ഞാൽ, ഞാൻ നിനക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ട് എനിക്ക് വേണ്ടി നീ ഇത് ചെയ്തു തരില്ലേ? ഇങ്ങനെയൊരു ചിന്ത മറ്റുള്ളവരിൽ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് ഈ വിദ്യയുടെ ലക്ഷ്യം. ആരോടെങ്കിലും നമുക്കൊരു കടപ്പാടുണ്ടെങ്കിൽ അതൊരു കടായി മനസ്സിലങ്ങനെ കിടക്കും. എപ്പോഴെങ്കിലും അത് തിരിച്ച് വീട്ടണം എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുകയും ചെയ്യും. ചെറിയൊരു സഹായമായിരിക്കും അവർ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ടാവുക. പക്ഷേ അത് കൃത്യസമയത്ത് ഓർമ്മപ്പെടുത്തി നിങ്ങൾക്ക് നോ പറയാൻ കഴിയാത്ത വിധം വൈകാരികമായി അവർ നിങ്ങളെ ഒരു കെണിയിലകപ്പെടുത്തും. നിങ്ങളുടെ പഴയ തെറ്റുകൾ ഓർമ്മപ്പെടുത്തും. നിങ്ങൾക്ക് വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ എടുത്തു പറയും. നിങ്ങളവരെ ചതിക്കുന്നു അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നു എന്നൊരു ചിന്ത നിങ്ങളിൽ ജനിപ്പിക്കും. ഫാമിലിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ മകൻ തന്നേക്കാൾ കൂടുതൽ പ്രാധാന്യം ഭാര്യയ്ക്ക് കൊടുക്കുന്നു എന്ന് അമ്മയ്ക്ക് തോന്നിയാൽ ആ അമ്മ നിവർത്തി വയ്ക്കുന്ന ഒരു കണക്ക് പുസ്തകമുണ്ട്. മകന് വേണ്ടി കഷ്ടപ്പെട്ടതിൻ്റെ, മകന് വേണ്ടി ഇഷ്ടങ്ങൾ മാറ്റിവെച്ചതിൻ്റെ, മകന് വേണ്ടി ഉറക്കം കളഞ്ഞതിൻ്റെ ലിസ്റ്റ് അങ്ങനെ നീളും. അമ്മ തനിക്ക് വേണ്ടി അനുഭവിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ കേൾക്കുമ്പോൾ മകൻ്റെ ഉള്ളിൽ കുറ്റബോധം തോന്നും. സ്വാഭാവികമായും മകൻ അമ്മയ്ക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങും. ഇതാണ് ഗിൽറ്റ് ട്രാപ്പ്. മറ്റൊരാളിൽ കുറ്റബോധം ഉണ്ടാക്കിയെടുത്ത് തനിക്ക് വേണ്ടത് നേടിയെടുക്കുന്ന സൈക്കോളജിക്കൽ ടെക്നിക്ക്. അത്രയ്ക്കങ്ങോട്ട് വിശ്വസിക്കാൻ കൊള്ളുന്ന ഒന്നല്ല നമ്മുടെ തലച്ചോർ. ഒരു കള്ളം ആവർത്തിച്ച് ആത്മവിശ്വാസത്തോടെ പറഞ്ഞാൽ അത് സത്യമാണെന്ന് മറ്റുള്ളവർ വിശ്വസിക്കാൻ തുടങ്ങും. ഒരാൾക്ക് ഒരിക്കലും നടക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് വ്യാജമായ ഓർമ്മകൾ നിർമ്മിച്ച് നൽകുന്ന രീതി. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് രാഷ്ട്രീയക്കാർ. അവർ തങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ പോലും ആവർത്തിച്ച് ചെയ്തു എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ ഒരു വ്യാജ ചിത്രം നിർമ്മിക്കും. ആവർത്തനവും ആത്മവിശ്വാസവും, ഇതാണ് അവരുടെ കയ്യിലുള്ള താക്കോൽ. ഈ ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് ഒരാളെ മാനസികമായി തളർത്താനും കഴിയും. ഉദാഹരണം പറയാം. പറയാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ഭർത്താവ് ഭാര്യയോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി നമ്മൾ കാറിൽ വരുമ്പോൾ നിന്നോട് ഞാനത് പറഞ്ഞതാണല്ലോ, നീ ആ സമയത്ത് ഫോൺ നോക്കിക്കൊണ്ട് തലയാട്ടുന്നുണ്ടായിരുന്നല്ലോ, ഇത്ര വേഗം നീ അത് മറന്നോ എന്ന്. ഇവിടെ സ്ഥലം, സമയം, നിങ്ങൾ ചെയ്ത പ്രവൃത്തി ഇതെല്ലാം കൃത്യമായി ആത്മവിശ്വാസത്തോടുകൂടി വിശദമായി പറയുമ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കും, ശരിയാണല്ലോ, കഴിഞ്ഞ തിങ്കളാഴ്ച കാറിൽ വന്നിട്ടുണ്ടായിരുന്നു, ആ സമയത്ത് ഫോൺ നോക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കൃത്യമാണെങ്കിൽ ഞാൻ കേൾക്കാൻ വിട്ടുപോയതാവും അല്ലെങ്കിൽ മറന്നു പോയതാവും എന്ന് നിങ്ങൾ വിശ്വസിക്കും. ഈ ഒരു തന്ത്രം പ്രയോഗിക്കുന്ന വ്യക്തി കള്ളം പറയുമ്പോൾ അത് സത്യമാണെന്ന് നിങ്ങൾക്ക് 100% ഉറപ്പുള്ള പോലെ പെരുമാറും. സമയം, സ്ഥലം, കാലാവസ്ഥ, ചുറ്റുമുള്ള ആളുകൾ എന്നിവയെക്കുറിച്ചെല്ലാം വിശദമായി പറയും. ഫാൾസ് മെമ്മറി പ്ലാന്റിംഗ്. ഈ ഒരു കെണി തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ്. തെളിവുകൾ സൂക്ഷിക്കാൻ കഴിയാത്തിടത്തോളം ഈ ഒരു മാനിപ്പുലേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. സംസാരിക്കുന്നവനേക്കാൾ കൂടുതൽ ശക്തനാണ് നിശബ്ദനായിട്ടിരിക്കുന്നവൻ. ഒരാളുടെ നിശബ്ദതയ്ക്ക് മറ്റൊരാളിൽ ഭയവും അസ്വസ്ഥതയും ജനിപ്പിക്കാൻ കഴിയും. പവർ ഓഫ് സൈലൻസ്. സംഭാഷണത്തിനിടയിൽ ബോധപൂർവം നിശബ്ദത പാലിച്ച് മറ്റൊരാളെ മാനസിക സമ്മർദ്ദത്തിലാക്കുന്ന വിദ്യ. നിങ്ങളും മറ്റൊരാളും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ പെട്ടെന്ന് നിങ്ങൾ നിശബ്ദത പാലിച്ചാൽ അത് മറ്റേയാളിൽ ഭയവും അസ്വസ്ഥതയും ഉണ്ടാക്കും. ആ നിശബ്ദതയെ എങ്ങനെയെങ്കിലും മാറ്റാൻ വേണ്ടി കൂടെയുള്ള ആൾ കൂടുതൽ സംസാരിക്കാൻ നിർബന്ധിതനാവും. ഈ സമയത്ത് അവരറിയാതെ തന്നെ അവരുടെ ഉള്ളിലെ രഹസ്യങ്ങൾ അവർ വെളിപ്പെടുത്തും. അല്ലെങ്കിൽ അവർ നിങ്ങളുടെ നിബന്ധനകൾക്ക് വഴങ്ങും. ഒരാൾ കള്ളം പറയുകയാണ് എന്ന് സംശയം തോന്നിയാൽ ഒരു കാരണവശാലും അവരോട് തർക്കിക്കാൻ നിൽക്കരുത്.
അവർ പറയുന്നതെല്ലാം കേട്ട് അതിന് മറുപടിയൊന്നും പറയാതെ ഒരു ഭാവമാറ്റവുമില്ലാതെ അവരുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുക. ആ നിശബ്ദതയെ അവർ ഭയപ്പെടും. തൻ്റെ കള്ളങ്ങൾ പിടിക്കപ്പെടുമോ എന്ന പേടിയിൽ അയാൾ കൂടുതൽ വിശദീകരണങ്ങൾ നൽകാൻ തുടങ്ങും. ഒടുവിൽ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് സ്വയം കുടുങ്ങും. നിങ്ങളൊരു കടയിൽ കയറി ഒരു സാധനത്തിന് വില കുറച്ച് ചോദിക്കുമ്പോൾ കടക്കാരൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ സൈലൻ്റായിട്ടിരിക്കുക. ആ നിശബ്ദത നീളുമ്പോൾ കടക്കാരൻ വല്ലാത്ത മാനസിക സമ്മർദ്ദത്തിലാവും. കസ്റ്റമർ കൈവിട്ടു പോകുമോ എന്ന ഭയത്തിൽ അയാൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും. ഈ വിദ്യ മറ്റൊരാളുടെ സ്വാഭാവിക പ്രതികരണങ്ങളെ തടസ്സപ്പെടുത്തി അയാളെ മാനസിക അസ്വസ്ഥതയിലേക്ക് തള്ളിവിടും. ഒരാളെ മാനസികമായി നിയന്ത്രിക്കാൻ സൈക്കോളജിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ 5 വിദ്യകളാണ്. മറ്റൊരാളെ നിങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നതാണ് ഡാർക്ക് സൈക്കോളജി. ഈ അറിവ് ഒരിക്കലും മറ്റൊരാളെ ചൂഷണം ചെയ്യാൻ ഉപയോഗിക്കരുത്. സ്വയം സംരക്ഷിക്കാൻ മാത്രം ഉപയോഗിക്കുക. ഡാർക്ക് സൈക്കോളജി എന്നത് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ആയുധമല്ല, മറിച്ച് നമ്മളെ നിയന്ത്രിക്കുന്നവരെ തിരിച്ചറിയാനുള്ള ഒരു കണ്ണാടിയാണ്. ഈ അറിവ് ദുരുപയോഗം ചെയ്യുമ്പോൾ ബന്ധങ്ങൾ തകരും. നിങ്ങളുടെ യഥാർത്ഥ ശക്തി മറ്റുള്ളവരെ കീഴടക്കുന്നതിലല്ല, സ്വയം നിയന്ത്രിക്കാൻ കഴിയുന്നതിലാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.